ഹായ് ഗൈസ്, അപ്പം കുറേ ദിവസമായി വീഡിയോ ഇട്ടിട്ട് അപ്പം കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ വല്ല കുറച്ച് സെൽഫ് മോട്ടിവേഷനൊക്കെ ആവാനുണ്ടായിരുന്നു. കാരണം നമുക്ക് എന്ത് ചെയ്യണമെങ്കിലും നമുക്ക് കുറച്ച് കാര്യത്തിൽ ഒരു മോട്ടിവേഷൻ ഉണ്ടായിരിക്കണം. സെൽഫായിട്ട് ഒരു മോട്ടിവേറ്റഡ് ആയാൽ മാത്രമേ നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റൂ. അപ്പം ഇപ്പം കുറച്ച് മോട്ടിവേറ്റഡ് ആയി. ഇപ്പം തോന്നി വീഡിയോസൊക്കെ ഇടാൻ. അപ്പം ഇത്രയും ദിവസം സപ്പോർട്ട് ചെയ്ത ഒരുപാട് പേർക്ക് താങ്ക്സ്. ഇപ്പം ചാനൽ തുടങ്ങി കുറച്ച് ദിവസം കൊണ്ട് കുറേ പേര് സബ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി അങ്ങോട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 1 വീക്കിൽ ഒരാഴ്ചത്തെ ബിഗിനേഴ്സിനുള്ള വർക്കൗട്ട് പ്രോഗ്രാമാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പം ജിമ്മിലൊക്കെ പോയി ഒരു ഫസ്റ്റ് ഒരാഴ്ച 2 ആഴ്ച കഴിഞ്ഞിട്ടുള്ളവർക്ക് എൻ്റെ ഈ പ്രോഗ്രാം വർക്കൗട്ട് വീഡിയോ ഉപകാരപ്പെടും. അപ്പം നിങ്ങൾ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എൻ്റെ ഈ വർക്കൗട്ടൊക്കെ ഫോളോ ചെയ്യുക. നിങ്ങൾക്ക് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നല്ല റിസൾട്ട് ഉണ്ടായിരിക്കുന്നതായിരിക്കും. അപ്പോൾ ഒരാഴ്ചത്തെ പ്രോഗ്രാമാണ്, ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ള പ്രോഗ്രാമാണ്. അപ്പം മിക്കുള്ള ജിമ്മിലും ആദ്യമായിട്ടൊക്കെ പോകുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവിടെ ട്രെയിനേഴ്സൊന്നും കൊടുക്കത്തില്ല. ചിലയിടത്തൊക്കെ പറഞ്ഞു കൊടുക്കൂ. പേഴ്സണൽ ട്രെയിനിങ് എടുക്കുന്ന ആൾക്കാർക്ക് മാത്രമേ പറഞ്ഞു കൊടുക്കാറുള്ളൂ. അപ്പം അവർക്ക് അങ്ങനെയൊക്കെയുള്ള ആൾക്കാർക്ക് എൻ്റെ വീഡിയോ ഉപകാരപ്പെടും. അപ്പം ജിമ്മിൽ പോയി ഒരുപാട് പേര് കൺഫ്യൂസ് ആണ്. ആദ്യമായിട്ട് പോകുന്നവർക്കൊക്കെ എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നൊക്കെ ഭയങ്കര കൺഫ്യൂസ് ആയിരിക്കും. അവർക്ക് അറിയാത്തതുണ്ട്. അപ്പം അവർ യൂട്യൂബിലൊക്കെ നോക്കിയിട്ടായിരിക്കും ഒരുപാട് പേര് വർക്കൗട്ടൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഒരു 1 വീക്ക് പ്രോഗ്രാമാണ് ഞാൻ ചെയ്യുന്നത്. ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ള വർക്കൗട്ടാണ്. അപ്പം ബിഗിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ 1 മാസം കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല റിസൾട്ട് ഉണ്ടായിരിക്കും. അത് കഴിഞ്ഞിട്ട് അടുത്ത ഒരു വർക്കൗട്ട് സ്പ്ലിറ്റിലോട്ട് പോവുക. ഒരു 1 മന്ത് ചെയ്യുന്ന വർക്കൗട്ട് ഏതാണോ അത് തന്നെ ഫോളോ ചെയ്യുക. ഫോളോ ചെയ്ത് കഴിഞ്ഞിട്ട് അടുത്ത ഒരു മാസം അടുത്തൊരു വർക്കൗട്ട് സ്പ്ലിറ്റ് ഫോളോ ചെയ്യുക. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടായിരിക്കും. അപ്പം ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വിങ്സിൻ്റെ വർക്കൗട്ടാണ്. അപ്പോൾ വീക്കിൽ ഫസ്റ്റ് ഡേയിൽ വിങ്സിൻ്റെ വർക്കൗട്ടാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് വീഡിയോ. പിന്നെ ഗൈസ്, എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുള്ളൂ. ഇപ്പം നിങ്ങൾ എന്ത് കാര്യത്തിൽ നിങ്ങൾ ഇറങ്ങി തിരിച്ചാലും നിങ്ങൾ പകുതി വെച്ച് സ്കിപ്പ് ചെയ്യരുത്. കാരണം മിക്കുള്ള ആൾക്കാരും ഏതെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചിട്ട് അത് നടന്നില്ലെങ്കിൽ അവർ സ്കിപ്പ് ചെയ്ത് കളയും. അപ്പം നിങ്ങൾ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. നടക്കുന്നവരെ നിങ്ങൾ ട്രൈ ചെയ്യുക. അപ്പം ജിമ്മിലൊക്കെ ആദ്യമായിട്ട് പോകുന്ന ആൾക്കാർ ഒരുപാട് പേർക്ക് ഭയങ്കര ആഗ്രഹങ്ങൾ കാണും. നല്ലപോലെ ബോഡി സെറ്റ് ചെയ്യണം, അല്ലെങ്കിൽ അങ്ങനെ കുറേ ആഗ്രഹത്തോടായിരിക്കും വരുന്നത്. പക്ഷേ ഒരാഴ്ച കൊണ്ട് അല്ലെങ്കിൽ 1 മാസം കൊണ്ട് അല്ലെങ്കിൽ ഒരു 6 മാസം കൊണ്ട് അവർ ഉദ്ദേശിച്ച കാര്യങ്ങൾ നടന്നില്ലേ അവർ പതിയെ സ്കിപ്പായി പോകും. അങ്ങനെ ഒരിക്കലും ചെയ്യില്ല. ഏത് കാര്യമാണെങ്കിലും, ഇപ്പോൾ ജിം ആയിക്കോട്ടെ, എന്ത് മേഖല ആയിക്കോട്ടെ, ഏത് കാര്യം ആയിക്കോട്ടെ, നിങ്ങൾ ഒരു കാര്യത്തിന് ഇറങ്ങി തിരിച്ചാൽ അത് നേരിട്ട് വേണം നിങ്ങൾ അതിൽ നിന്ന് തിരിച്ച് കയറാനെ കൊണ്ട്. അപ്പം ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ നാച്ചുറലായിട്ട് ഇപ്പോൾ ഫിറ്റ്നസ്സാണ് ഞാൻ ചെയ്യുന്നത്. ബോഡി ബിൽഡിങ്ങിൻ്റെ വർക്കൗട്ടല്ല, ഫിറ്റ്നസ് വർക്കൗട്ടാണ്. ഫിറ്റ്നസ് ഫോളോ ചെയ്ത് പോകുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള വർക്കൗട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പം ബിഗിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക്, ഇപ്പോൾ ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ, ഇപ്പം ഒരുപാട് പെണ്ണുങ്ങൾക്ക് ഡൗട്ടുണ്ട്, ഇപ്പോൾ ലേഡീസിനൊക്കെ ഡൗട്ടുണ്ട്. ജിമ്മിൽ പോകുന്ന ആണുങ്ങൾ ചെയ്യുന്ന വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ മസിൽ ബിൽഡാവുമെന്നൊക്കെ ഒരുപാട് ലേഡീസിനൊക്കെ ഡൗട്ടുണ്ട്. അങ്ങനെയൊന്നും ബിൽഡാവത്തില്ല. അപ്പം ആണുങ്ങൾ ചെയ്യുന്ന വർക്കൗട്ട് തന്നെ ലേഡീസും ചെയ്യുന്നത്. അപ്പം എൻ്റെ വർക്കൗട്ട് ലേഡീസിനും ഫോളോ ചെയ്യാം. ബിഗിനേഴ്സ് ആയിട്ടുള്ള ലേഡീസൊക്കെ ജിമ്മിൽ പോകാൻ ആഗ്രഹമുള്ളതും പോകുന്ന ലേഡീസൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ വർക്കൗട്ട് ഫോളോ ചെയ്യാം. അപ്പോൾ 1 വീക്ക് ഒരു ബിഗിനേഴ്സിനുള്ള വർക്കൗട്ടാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഓരോ വീക്കിലെ വർക്കൗട്ട് ഞാൻ എന്താ ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. അപ്പം ഇനി തൊട്ട് കണ്ടിന്യൂ വീഡിയോസ് ഉണ്ടാവും. അപ്പം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമോ? ഓക്കെ. അപ്പോൾ ഗൈസ്, വിങ്സിൻ്റെ ഫസ്റ്റ് വർക്കൗട്ടാണ് ലാറ്റ് പുൾ ഓൺ ഫ്രണ്ട്. അപ്പം ഇതുപോലെ മെഷീനകത്ത് ബാർ ഇട്ടിട്ട് കയറിയിരിക്കുമ്പോഴത്തേക്ക് നമ്മളെ കാല് രണ്ടും ടൈറ്റ് ചെയ്ത് കയറിയിരുന്ന് ചെസ്റ്റ് അപ്പ് ചെയ്ത് നടു നല്ല ബെൻഡ് ചെയ്ത് അടിക്കുന്ന സമയത്ത് നമ്മളെ ചെസ്റ്റ് അപ്പ് ചെയ്തിരിക്കണം, നടു ബെൻഡ് ചെയ്തിരിക്കണം. എന്നിട്ട് കൈ രണ്ടും ഒരുപാട് ക്ലോസും അല്ല ഒരുപാട് വൈഡും അല്ല, അങ്ങനെ വേണം പിടിക്കാൻ. അപ്പം പിടിക്കുന്ന സമയത്ത് വിരൽ എപ്പോഴും എല്ലാ വിരലും ഓപ്പോസിറ്റ് ഇട്ട് പിടിക്കുക. നല്ല വിരൽ ഇപ്പുറം ഇട്ട് പിടിക്കരുത്. അപ്പം എല്ലാ വിരലും ഓപ്പോസിറ്റ് ഇട്ട് പിടിക്കുക. എന്നിട്ട് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ, നിങ്ങൾ ആദ്യമായിട്ട് ജിമ്മിൽ പോകുന്ന 1 മാസം 2 മാസമൊക്കെ ആയിട്ടുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾ എപ്പോഴും ലൈറ്റ് വെയിറ്റിൽ നിങ്ങൾ വർക്കൗട്ട് ചെയ്യുക. കുറഞ്ഞ വെയിറ്റിട്ട് വർക്കൗട്ട് ചെയ്യുക. എന്നിട്ട് പതിയെ നിങ്ങൾ വെയിറ്റ് പ്രോഗ്രസ് ചെയ്യുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാവും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഞ്ചറീസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പം ഏറ്റവും കുറഞ്ഞ വെയിറ്റ് ഇട്ടിട്ട് ഇതുപോലെ കയറി ഇരുന്നിട്ട് അടിക്കുന്ന സമയത്ത് ഈ ബാർ നമ്മളെ ചെസ്റ്റിൻ്റെ ഫ്രണ്ടിൽ വരണം. എന്നിട്ട് പതിയെ റിലീസ് ചെയ്യണം. എപ്പോഴും വെയിറ്റ് വിടുമ്പോഴത്തേക്ക് പതിയെ ഇറക്കണം.
ബിഗിനറായിട്ടുള്ള ആൾക്കാർക്കൊക്കെ പതിയെ ഇറക്കുമ്പോഴത്തേക്കാണ് റിസൾട്ട് പെട്ടെന്ന് കിട്ടുന്നത്. അതുപോലെ ബാർ നമ്മളെ ചെസ്റ്റിന്റെ ഫ്രണ്ടിൽ പോകണം, ഒരിക്കലും വയറിന്റെ താഴോട്ട് പോകല്, കറക്റ്റ് ചെസ്റ്റിന്റെ ഫ്രണ്ടിലോട്ടേ പോകും. അപ്പോൾ ഇതൊരു 3 സെറ്റ്. അപ്പം ബിഗിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാരെ ഫസ്റ്റ് വർക്കൗട്ടാണ് വിങ്സിന്റെ ഫസ്റ്റ് വർക്കൗട്ടിൽ ഫസ്റ്റ് 3 സെറ്റ്. ഓരോ സെറ്റിലും 10 റെപ്പ് വെച്ച് ചെയ്യണം. ഒരുപാട് നിങ്ങൾ ചെയ്യേണ്ട. 10 റെപ്പ് വെച്ച് 3 സെറ്റ് ചെയ്യുക. 1 2 3 4 5 ഇങ്ങനെ കൗണ്ട് ചെയ്ത് 10 റെപ്പ് അടിക്കുക. ഒരു 30 സെക്കൻഡ് റെസ്റ്റ് എടുക്കുക. പിന്നെയും 10 റെപ്പ് അടിക്കുക. അങ്ങനെ റെസ്റ്റ് എടുത്ത് 3 സെറ്റ് ചെയ്യുക. അപ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വലിക്കുന്ന സമയത്ത് നമ്മൾ മുട്ടിനെ താഴെ വെച്ച് വലിക്കുക. മുട്ടിന് താഴോട്ട് വെച്ചിട്ട് വലിക്കുക. ഫോറാംസ് വെച്ചിട്ട് മുട്ടിനെ മേലോട്ട് വെച്ച് വലിക്കില്ല. മുട്ടിന് മേലോട്ട് വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബാക്ക് കിട്ടത്തില്ല. ഇതുപോലെ മുട്ടിന് മേലോട്ട് വെച്ച് വേണം, താഴോട്ട് വെച്ച് വേണം വലിക്കാൻ. ഓക്കെ. അപ്പം വിങ്സിൻ്റെ ഫസ്റ്റ് വർക്കൗട്ടാണ്. അപ്പം ബിഗിനേഴ്സ് പ്രോഗ്രാമിൽ ഫസ്റ്റ് വീക്കിൽ വിങ്സിൻ്റെ ഫസ്റ്റ് വർക്കൗട്ടാണ് ലാറ്റ് പുൾ ഓൺ ഫ്രണ്ട്. ഈ രണ്ടാമത്തെ വർക്കൗട്ട് നമുക്ക് ഇതിൽ തന്നെ ചെയ്യാം. രണ്ടാമത്തെ വർക്കൗട്ട് ഇതുപോലെ ഫസ്റ്റ് നിങ്ങൾ വെയിറ്റ് സെറ്റ് ചെയ്യുക, നിങ്ങളെ കൊണ്ട് പറ്റുന്ന വെയിറ്റ് സെറ്റ് ചെയ്യുക. അതുപോലെ കയറി ഇരുന്നിട്ട് തിരിച്ച് പിടിക്കുക. ഇതുപോലെ നമ്മൾ ആദ്യം ഫ്രണ്ടിലോട്ടാണ് പിടിച്ച് ഇതുപോലെ തിരിച്ച് പിടിക്കുക. തിരിച്ച് പിടിച്ചിട്ട് ഇതുപോലെ തന്നെ കയറിയിരിക്കുക. കാൽ രണ്ട് ടൈറ്റ് ചെയ്ത് ചെസ്റ്റ് അപ്പ് ചെയ്ത് നടു ബെൻഡ് ചെയ്ത് അടിക്കുക. ഇത് അടിക്കുമ്പം ചെസ്റ്റിന്റെ സെൻറ്ററിൽ പോകണം. ബാർ സെൻറ്ററിലല്ല, ചെസ്റ്റ് തുടങ്ങുന്ന അവിടെ പോകണം. ഒരിക്കലും ചെസ്റ്റിന്റെ താഴോട്ട് ബാർ കൊണ്ടുപോകരുത്. കറക്റ്റ് ചെസ്റ്റ് എവിടെയാണോ തുടങ്ങുന്നത് അവിടെ പോകണം ബാർ. എന്നിട്ട് പതിയെ റിലീസ് ചെയ്യുക. ഇതൊരു 3 സെറ്റ്. ഓരോ സെറ്റിലും 10 റെപ്പ് വെച്ച് ചെയ്യുക. റിലീസ് ചെയ്യുമ്പോൾ എപ്പോഴും പതിയെ റിലീസ് ചെയ്യുക. പതിയെ ഇറക്കി ഹോൾഡ് ചെയ്ത് ഇറക്കി ചെയ്യുക. അപ്പം നല്ല റിസൾട്ട് ആയിരിക്കും. ഓക്കെ, അങ്ങനെ 2 വർക്കൗട്ട് കഴിഞ്ഞ് നമുക്ക് അടുത്ത വർക്കൗട്ടിലോട്ട് പോകാം. അപ്പം 2 വർക്കൗട്ട് കഴിഞ്ഞ് വിങ്സിൻ്റെ 2 വർക്കൗട്ട് കഴിഞ്ഞ് അടുത്ത 3ാമത്തെ വർക്കൗട്ടാണ് ബാർബൽ ബെൻഡ് ഓവർ റോ. അപ്പം നിങ്ങൾ വിങ്സിൻ്റെ വർക്കൗട്ട്, നിങ്ങളൊരു ബിഗിനേഴ്സ് ആയിട്ടുള്ള ആളാണെങ്കിൽ നിങ്ങൾ വിങ്സിൻ്റെ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഈ വർക്കൗട്ട് മിസ് ചെയ്യരുത്. കാരണം ഈ വർക്കൗട്ട് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങളെ ടെസ്റ്റോസ്റ്റെറോൺ ഒക്കെ നല്ലോണം ബൂസ്റ്റ് ആവും. അപ്പം നിങ്ങൾക്ക് മസിൽ ഗ്രോത്ത് ഒക്കെ നല്ല ഉണ്ടാവും, പെട്ടെന്നുണ്ടാവും. അപ്പോൾ നല്ലൊരു വർക്കൗട്ടാണ്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ്. നിങ്ങളിത് മിസ് ചെയ്യരുത്. അപ്പം 3ാമത്തെ വർക്കൗട്ടാണ്. അപ്പം നിങ്ങൾ ബിഗിനറായിട്ടുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾ ജിമ്മിൽ ഇപ്പോൾ 1 മണിക്കൂർ വർക്കൗട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഒരു 1.5 മണിക്കൂർ വർക്കൗട്ട് ചെയ്യുക. ഒരു 10 മിനിറ്റ് കാർഡിയോ അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് കാർഡിയോ. പിന്നെ അത് കഴിഞ്ഞിട്ട് മസിൽസിനെ നിങ്ങൾ ട്രെയിൻ ചെയ്യുക. ട്രെയിൻ ചെയ്യുന്ന ടൈമിൽ നിങ്ങൾ 4 വർക്കൗട്ട് മാത്രം എടുക്കുക. 4 5 വർക്കൗട്ട് മാത്രം എടുക്കുക. ഇപ്പം ഞാനിപ്പം എൻ്റെ പ്രോഗ്രാമിൽ 4 വർക്കൗട്ടാണ് എടുക്കുന്നത്. 4 നിങ്ങൾക്ക് ഇപ്പം ഒരു ബിഗിനറായിട്ടുള്ള ഒരാൾക്ക് എപ്പോഴും ഒരു 4 വർക്കൗട്ടാണ് നല്ലത്. അപ്പം 4 വർക്കൗട്ട് ഞാൻ കാണിച്ചിട്ട് അപ്പം 2 വർക്കൗട്ട് ഞാൻ ഓൾറെഡി ചെയ്തു. ഇനിയിപ്പോൾ 3ാമത്തെ വർക്കൗട്ടിലോട്ട് പോകുന്നത്. അത് കഴിഞ്ഞ് ലാസ്റ്റ് വർക്കൗട്ട് ഞാൻ കാണിച്ചു തരാം എന്താ ചെയ്യുന്നത്. അപ്പം ഇതിപ്പോൾ 1 വീക്ക് പ്രോഗ്രാമാണ്. നിങ്ങൾ 1 മാസം ഈ പ്രോഗ്രാം കണ്ടിന്യൂ ചെയ്യുക, ഫോളോ ചെയ്യുക. ഞാൻ ഈ കാണിച്ചിരുന്ന വർക്കൗട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല റിസൾട്ട് ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ അടുത്ത വർക്കൗട്ട് സ്പ്ലിറ്റ് ചെയ്യുക. അടുത്ത വർക്കൗട്ട് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത 1 മാസത്തെ വർക്കൗട്ട് നിങ്ങൾ പ്രോഗ്രാം ചെയ്തിട്ട് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് നല്ല ചേഞ്ചസ് ഉണ്ടാവും. അപ്പം ഡെയിലി പോയിട്ട് വാരി വലിച്ച് ചെയ്യാതിരിക്കുക. ഇന്ന് ചെയ്യുന്ന വർക്കൗട്ട് ഇന്ന് ബൈസെപ്സിന് ഏത് വർക്കൗട്ടാണോ ചെയ്തത് ആ വർക്കൗട്ട് തന്നെ അടുത്ത ദിവസവും അല്ലെങ്കിൽ അടുത്ത ചെയ്യുന്ന ടൈമിൽ നിങ്ങൾ ഫോളോ ചെയ്യുക. അപ്പം ഇന്ന് ഒരെണ്ണം ചെയ്തിട്ട് അടുത്ത ബൈസെപ്സിൻ്റെ വർക്കൗട്ടിൽ വേറെ ഏതെങ്കിലും അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഒരു പൊട്ടൻഷ്യൽ ഉണ്ടാവത്തില്ല, മസിൽ ഗ്രോത്ത് ഉണ്ടാവത്തില്ല. ഇത് നിങ്ങളെ കൊണ്ട് പറ്റുന്ന വെയിറ്റ് ഇടുക. ഇപ്പം ബിഗിനേഴ്സ് ആയിട്ടുള്ള ആളാണെങ്കിൽ ഹെവി വെയിറ്റിലോട്ട് പോകാതിരിക്കുക, ലൈറ്റ് വെയിറ്റിലിടുക. അപ്പോൾ ഞാൻ ഇതുപോലെ വെയിറ്റ് ഇട്ടിട്ട് ഇതുപോലെ കയറി. ഇപ്പം നമ്മൾക്ക് ഇത് എവിടെ വേണമെങ്കിലും ചെയ്യാം. ഡിക്ലൈൻ ബെഞ്ചിലോ ഫ്ലാറ്റ് ബെഞ്ചിലോ അല്ലെങ്കിൽ തറയിലോ എവിടെ വേണമെങ്കിലും ഇത് ചെയ്യാം. അങ്ങനെ ഇന്നടുത്ത് ചെയ്തോടൊന്നുമില്ല. എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന എവിടെയാണോ അവിടെ നിങ്ങൾക്ക് ചെയ്യാം ഈ വർക്കൗട്ട്. അപ്പോൾ ഇതുപോലെ ഒരു കാറിനകത്ത് നിങ്ങൾ വെയിറ്റ് ഇടുക, വെയിറ്റ് ഇട്ടിട്ട് എടുത്ത് അപ്പോൾ അത് ഇതുപോലെ നടു ബെൻഡ് ചെയ്ത് ചെസ്റ്റ് അപ്പ് ചെയ്ത് നിൽക്കുക. ചെസ്റ്റ് അപ്പ് ചെയ്ത് നിന്നിട്ട് നല്ലോണം താത്ത് അടിക്കുക. അടിക്കുമ്പം ഈ ബാർ നമ്മളെ വയറിൻ്റെ സെൻറ്ററിൽ പോകണം. ചെസ്റ്റ് അപ്പ് ചെയ്ത് വേണം അടിക്കാൻ. നടു എപ്പോഴും ബെൻഡായിട്ടിരിക്കണം.
ഇറക്കുമ്പം പതിയെ റിലീസ് ചെയ്യുക. ഹോൾഡ് ചെയ്ത് റിലീസ് ചെയ്യുക. അപ്പം എപ്പോഴും ബാർ വലിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൈമുട്ടിന് താഴെ വെച്ച് വേണം വലിക്കാൻ. ഇതൊരു 3 സെറ്റ് 10. നിങ്ങളൊരു സ്റ്റാർട്ടിങ് ഒരു ബിഗിനർ ആയതുകൊണ്ട് ഒരു 10 റെപ്പ് വെച്ച് ചെയ്താൽ മതി. 3 സെറ്റിലും കൂടെ 30 റെപ്പ്. ഓക്കെ, ഇപ്പോൾ ഇത് നല്ല വർക്കൗട്ടാണ്. അപ്പം നിങ്ങളിത് മിസ് ചെയ്യരുത്. ബാക്ക് വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് മിസ് ചെയ്യരുത്. അപ്പം ആണുങ്ങൾക്കും ചെയ്യാം, പെണ്ണുങ്ങൾക്കും ചെയ്യാം. ഞാൻ ഇപ്പോൾ കാണിച്ചിരുന്ന വർക്കൗട്ടല്ല, ലേഡീസിനും കൂടെ വേണ്ടിയിട്ടുള്ള വർക്കൗട്ടാണ്. ആദ്യമായിട്ട് ജിമ്മിൽ പോകുന്ന ലേഡീസിനും കൂടെ ഈ വർക്കൗട്ട് ഉപകാരപ്പെടും. അപ്പോൾ ഫോളോ ചെയ്യുക. അപ്പം ഇനി നമുക്ക് ലാസ്റ്റ് വർക്കൗട്ട് പോവാം. ലാസ്റ്റ് വർക്കൗട്ടിലോട്ട് പോവാണ്. അപ്പം ലാസ്റ്റ് വർക്കൗട്ട് ഇതുപോലെ ബാറിനകത്ത് പിടിച്ചിട്ട് നമ്മൾ കാല് രണ്ടും ടൈറ്റ് ചെയ്തിട്ട് അത് നമ്മളെ കഴുത്തിൻ്റെ പുറകിൽ ബാർ കൊണ്ടുപോയി അടിക്കുക. അപ്പം ഇതിരിക്കുന്ന സമയത്ത് നടു ബെൻഡ് ചെയ്ത് തന്നെ ചെസ്റ്റ് അപ്പ് ചെയ്ത് തന്നെ ഇരിക്കാൻ ശ്രമിക്കുക മാക്സിമം. ഈ ബാറിന്റെ സെന്റർ നമ്മളെ കഴുത്തിന്റെ സെന്ററിൽ പോകണം. കഴുത്തിന്റെ പുറകിലെ സെന്റർ ഭാഗത്ത് പോകണം. ഇതും ഇറക്കുമ്പോൾ പതിയെ റിലീസ് ചെയ്യുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാവൂ. ഇതൊരു 3 സെറ്റ് 10 വെച്ച് 3 സെറ്റ് അടിക്കുക. ഞാനിപ്പം ചെയ്യുന്നത് ഫിറ്റ്നസ്സാണ് ചെയ്യുന്നത്. ഫിറ്റ്നസിൻ്റെ വർക്കൗട്ടാണ് ചെയ്യുന്നത്. ബോഡി ബിൽഡിംഗ് പ്രോഗ്രാം അല്ല, ഫിറ്റ്നസ് പ്രോഗ്രാമാണ്. അപ്പം ജിമ്മിൽ ആദ്യമായിട്ടൊക്കെ പോകുന്ന ആൾക്കാർ, ബിഗിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് എൻ്റെ വർക്കൗട്ട് ഉപകാരപ്പെടും. അപ്പം നിങ്ങൾ ചാനൽ ഫോളോ ചെയ്ത് വയ്ക്കുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഡൗട്ട്സുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ, കമൻറ്റിന് റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പം അടുത്ത ദിവസം നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. അപ്പം ഈ ഒരാഴ്ച ഫുള്ള് നമ്മൾ വർക്കൗട്ട് പ്രോഗ്രാമാണ്, ബിഗിനേഴ്സിനുള്ള വർക്കൗട്ട് പ്രോഗ്രാമാണ്. അത് കഴിഞ്ഞിട്ട് അടുത്ത പ്രോഗ്രാം ചെയ്യുന്നതായിരിക്കും. അപ്പം വീഡിയോ സപ്പോർട്ട് ചെയ്യുക, ചാനൽ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളെ ഡൗട്ട്സുകളൊക്കെ കമൻറ്റ് ചെയ്യുക.